ഇപ്പോൾ എറണാകുളത്ത് കൊല്ലപ്പെട്ട കല്യാണിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്വന്തം മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ നാടും നഗരവും നടുങ്ങിയിരിക്കുകയാണ്. ആ ഒരു നടുക്കത്തിൽ തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം ഉള്ളത്. നടുക്കുന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ നിയമ നടപടികളും പുരോഗമിക്കുകയാണ്. അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. ഒപ്പം മറ്റ് നിയമ നടപടികൾ കൂടി ഉടൻ ആരംഭിക്കുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. ആലുവ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അമ്മയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതേസമയം നടുക്കുന്ന വാർത്തയായി തന്നെയാണ് കേരള മനസാക്ഷി ഈ ഒരു വാർത്തയെ കണ്ടത്. 3 വയസ്സുകാരി കല്യാണിയുടെ മരണത്തിൽ നാടും നഗരവും ഒക്കെ നടുങ്ങുന്ന കാഴ്ച തന്നെയാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേർന്നുണ്ട്. കിരൺ, ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ഒരു അമ്മ തൻ്റെ സ്വന്തം മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി. ഒരുപക്ഷെ അവിടെ നാട്ടുകാർക്കടക്കം ആ ഒരു ഞെട്ടലിൽ നിന്നും ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂഴിക്കുളത്തെ സന്ധ്യയുടെ വീട്ടിലാണ്. കുട്ടിയുടെ മാതാവ് സന്ധ്യയുടെ വീട്ടിലാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് കുട്ടിയെ പുഴയിലെറിഞ്ഞതിന് ശേഷം സന്ധ്യ തിരികെ എത്തിയത് ഈ വീട്ടിലേക്കായിരുന്നു. നേരത്തെ സന്ധ്യയുടെ അമ്മ അടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് എത്തിയതോടുകൂടി തന്നെ സന്ധ്യ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞത്. കുട്ടി എവിടെയാണ് എന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സന്ധ്യ പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നേരത്തെ മാതാവ് അല്ലി നമ്മളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ കൊലപാതകത്തിൻ്റെ കാരണം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സന്ധ്യക്ക് ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾ ഏറ്റിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അമ്മ നേരത്തെ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ഈ സന്ധ്യ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഭർത്താവ് പലതവണ ഉപദ്രവിച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കുട്ടിയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുണ്ടോ എന്നൊരു കാര്യം അമ്മ തന്നെ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്ന സന്ധ്യയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ഈ സമയത്തുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇന്നലെ സന്ധ്യ ഇവിടെ വന്നതിന് ശേഷം പ്രതികരിച്ചിരുന്നത്? ഇവിടെ വന്നപ്പോൾ സന്ധ്യയുടെ അമ്മ പറഞ്ഞല്ലോ, വന്ന് ചോദിച്ചു കുട്ടിയോടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടൊന്ന് കൊച്ചു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കുട്ടീനെ വെള്ളത്തിലിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സന്ധ്യയ്ക്ക് ഭർത്തൃ വീട്ടിൽ ഇത്തരത്തിൽ പീഡനങ്ങൾ ഏറ്റിരുന്നതായിട്ടൊക്കെയാണ് പറഞ്ഞത്, അമ്മ പറഞ്ഞതും. അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ബന്ധുക്കളെന്നുള്ള രീതിയിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു? ഞാൻ കുറച്ച് അറിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഒരു 2-3 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ഇവർ സെപ്പറേറ്റായിട്ട് മാറി താമസിക്കുന്നതാണ്. പിന്നെ ഈ അമ്മയും ഇവരോട് കൂടി കുഴപ്പമുണ്ടാക്കണമെന്നാണ് പറയണത്. അതല്ലാണ്ട് ഇവർക്ക് മാനസികമായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ അറിവിലില്ല. പിന്നെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്തരം ചില കാര്യങ്ങളൊക്കെ ഇന്നലെ പലരും പറഞ്ഞിരുന്നു, സന്ധ്യക്ക് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടും, അത്രേ ഉള്ളൂ. ഒരാളുമായിട്ട് അങ്ങനെ സംസാരിക്കില്ല. വളരെ അപൂർവമായിട്ട് സംസാരിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഇവിടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ കുട്ടിയായിട്ട് കൂടിയാന്നൊരു 10 ദിവസത്തിൽ കൂടുതൽ സംസാരിച്ചാറില്ല. കല്യാണത്തിന് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഇവിടെ വരും, വന്ന് നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ചേട്ടൻ ചേട്ടൻ എങ്ങനെയാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങളോടൊക്കെ പെരുമാറ്റം? അവളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സംസാരിക്കാത്തവളാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ മനസ്സിലത് ഒതുക്കും, മനസ്സിൽ കാണുകയുള്ളൂ. പുറത്താരോടും പറയാത്തൊരു പ്രകൃതമാണെന്നാണ് എൻ്റെ അറിവ്. എന്ന് പറഞ്ഞുകൊണ്ടൊരു കുട്ടിയെ കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു അവസരമൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് അറിയില്ല. അങ്ങനെയുള്ളൊരു വലിയ വിഷയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരോട് വിളിച്ച് ആദ്യം പറയുമായിരുന്നു. അവൾക്ക് എനിക്ക് തോന്നുന്നത് എന്തോ മാനസിക വിഭ്രാന്തി പിടിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഏതോ വിഷയത്തിൽ നിന്ന് ഉണ്ടായ ഒരു തീരുമാനമായിരിക്കും അത്. അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല, വരേണ്ട കാര്യമില്ല. അവൾ കുട്ടീനെ കാണാനില്ല, കുട്ടീനെ അങ്ങനെ ഒരു വർത്തമാനമാണ് ഇവിടെ വന്ന് പറഞ്ഞതും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിന് പോലീസ് അന്വേഷിക്കട്ടെ എന്താണ് കാര്യം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ പുറത്ത് കാര്യങ്ങളുണ്ടാവുമല്ലോ.
എന്തായിരുന്നാലും എല്ലാവരും പറയുന്നു, ബന്ധുക്കളും ഒക്കെ പറയുന്നത് കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു അവസ്ഥയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അതാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. നമ്മുടെ മറ്റ് വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിഷ്ണു, ഏതായാലും ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇനി വ്യക്തത ലഭിക്കേണ്ടത്. എന്താണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിനുള്ളൊരു കാരണം എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും പോലീസ് അതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യക്കെതിരായിട്ട് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായാൽ തന്നെ ഇന്ന് തന്നെ സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ തുടരുക. ഇപ്പോൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സാനു കൂടി ചേരുന്നുണ്ട്. സാനു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, അതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ എന്ത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രതി അമ്മ സന്ധ്യയെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ പ്രതിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ദുരൂഹതകളും അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെയല്ലേ ഇനി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ പോലീസ് നേടുക? ാണ് ഇപ്പം രണ്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, അതായത് സന്ധ്യയുടെ വീട്ടുകാരുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ സന്ധ്യയുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം, ഈ കുറ്റകൃത്യത്തിന് ശേഷം രണ്ടു ഭാഗങ്ങളിൽ നിന്നും ഒരേപോലെ പ്രത്യാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലെ BNS 103(1) പ്രകാരം ആണ് കൊലക്കുറ്റമാണ് ചെങ്ങമനാട് പോലീസ് സന്ധ്യക്കെതിരെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് കഴിഞ്ഞ രാത്രി ഈ പോലീസ് സ്റ്റേഷനിൽ സന്ധ്യ കഴിച്ചുകൂട്ടിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കുട്ടിയുടെ അമ്മ സുഖമായി സ്റ്റേഷനിൽ ഉറങ്ങിയെന്നും പോലീസുകാർ വാങ്ങിച്ചു നൽകിയ ഭക്ഷണം കഴിച്ചാണ് ഇവർ ഉറങ്ങിയെന്നും അടക്കമുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെങ്ങമനാട് പോലീസിന്റെയും അതേപോലെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്തൊരു പ്രധാന കാര്യമായി ഈ പോലീസ് ഉന്നയിക്കുന്നത്, അതായത് ഈ കുറ്റകൃത്യത്തിന് ശേഷം ഈ രണ്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ആരോപണങ്ങൾ, അതിലെ നിജസ്ഥിതി കണ്ടെത്തുക, ഒപ്പം ഈ സന്ധ്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവരെ ആരാണ് ചികിത്സിച്ചിരുന്നത്, അവരെന്ത് മരുന്നാണ് കഴിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുകയും അതിലൊരു വ്യക്തത വരുത്തിയിട്ടും ആണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും ഈ ചെങ്ങമനാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുറ്റകൃത്യം ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് സന്ധ്യ. ആ രണ്ട് കുട്ടികളെയും പല ഘട്ടങ്ങളിലായിട്ട് അപായപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഈ സന്ധ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ അവസാനത്തെ ശ്രമത്തിലാണ് രണ്ടാമത്തെ പെൺകുഞ്ഞിനെ, അതായത് രണ്ടാമത്തെ കുട്ടീനെ ഇവർ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ ഇവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു, മാനസികാസ്വാസ്ഥ്യം നേരിട്ടിരുന്നു. അതേപോലെ തന്നെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഈ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു. ഈ ഭർത്താവുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ സന്ധ്യ മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനും ഈ സന്ധ്യയുടെ ഭർത്താവിനെ കൂടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ചെങ്ങമനാട് പോലീസ് ഒരുങ്ങുന്നത്. അതേപോലെ തന്നെ അല്പസമയത്തിനകം ഈ ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. അതായത് സന്ധ്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ആ വിഷയത്തിൽ ചികിത്സ നടത്തിയിരുന്ന ഡോക്ടറെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് ഉള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനായിട്ടാണ് ചെങ്ങമനാട് പോലീസ് തയ്യാറെടുക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആലുവ ഡിവൈഎസ്പി സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സാനു, ഒപ്പം നമുക്കറിയാം ഈ ഒരു കേസിൽ ഏറെ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. അത് കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് അവസാനം ഈ ഒരു പ്രതി അമ്മയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ സാധിച്ചത്. തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ മറ്റ് നടപടികളിലേക്ക് ഒക്കെ തന്നെയും അടുക്കുമ്പോൾ ഇത്തരം ശാസ്ത്രീയമായ തെളിവുകളുടെ ഒരു നിർണായകമായ ഒരു സാന്നിധ്യം തന്നെയല്ലേ ഈ കേസിന് ഏറെ നിർണായകമായി അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായത് എന്ന് വേണ്ടേ പറയാൻ?
തീർച്ചയായിട്ടും പുത്തൻകുരിശ് പോലീസാണ് മിസ്സിംഗ് കേസ്, അതായത് ഈ കുട്ടിയുടെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയിൽ അന്വേഷണം നടത്തിയത് ഈ പുത്തൻകുരിശ് പോലീസാണ്. ശേഷമാണ് ചെങ്ങമനാട് പോലീസ് ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടത്തുകയും സന്ധ്യയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. അതായത് സന്ധ്യനെ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഈ മൊഴികളിൽ വലിയൊരു വൈരുദ്ധ്യം പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ആ വൈരുദ്ധ്യങ്ങൾക്കിടയിലൂടെയാണ് പോലീസ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്നാണ് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ഈ പാലത്തിലേക്ക് കുട്ടിയുമായിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് താനാണ് ഈ ഒരു കുറ്റകൃത്യം, അമ്മയായ താൻ തന്നെയാണ് മകളെ ഇത്തരത്തിലുള്ള കുരുതിക്ക് കൊടുത്തത് എന്നുള്ള രീതിയിൽ സന്ധ്യ മൊഴി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് നടത്തിയത് മറ്റെന്തെങ്കിലും, അതായത് ഇവർക്ക് കുടുംബ പ്രശ്നങ്ങളല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ചെങ്ങമനാട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ സന്ധ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെ സന്ധ്യയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും മാനസികമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മാനസികമായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് തുടരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അതേപോലെ തന്നെ ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, ഭർത്താവുമായിട്ട് നിലനിൽക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഈ സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ മൊഴികളൊന്നും പൂർണ്ണമായിട്ടും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാരണം ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇവരെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി ഇവരെന്തിനാണെന്ന് മരുന്ന് കഴിച്ചിരുന്നത്, താൻ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന് ചികിത്സ തേടിയിട്ടുണ്ടെന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആരാണ് ചികിത്സിച്ചത് ആ ഡോക്ടറെ നേരിട്ട് കണ്ടെത്തുകയും അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുകയും നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് എല്ലാ രീതികളിലുള്ള ശാസ്ത്രീയ പരിശോധനകളും പൂർത്തിയാക്കി പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കുക എന്നൊരു നീക്കത്തിലാണ് ചെങ്ങമനാട് പോലീസ് ഉള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനും കൂടുതൽ തെളിവ് ശേഖരണത്തിനും ഒക്കെയായിട്ട് ആലുവ DYSP പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പ്രതി ഉള്ളത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. BNS 103(1) പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. സാനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ, മറ്റ് ആളുകളുടെയൊക്കെ പ്രതികരണം, എല്ലാ സംഭവങ്ങളിലും കൃത്യമായ ഒരു ഉത്തരം വേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സത്യാവസ്ഥ എന്താണ്, ഇതിന് പിന്നിൽ നടന്ന സത്യാവസ്ഥ എന്നുള്ള കാര്യം അത് ജനങ്ങൾക്ക് തിരിച്ചറിയണം. കാരണം ജനങ്ങൾക്ക് ഒന്നാകെ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ് ശരിക്കും നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം തേടിയേ പറ്റൂ. അതിനായുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒപ്പം അറിയേണ്ടത് ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയും പ്രതിയുമായ സന്ധ്യ ഉള്ളത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. എത്ര സമയം നീണ്ടുപോകും? ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായ ചോദ്യം ചെയ്യൽ ഇനി കാത്തിരിക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമോ അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ എപ്പോഴായിരിക്കുമെന്നത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം ഈ രണ്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു രീതിയിലേക്കാണ്. അതായത് മകൾ അവിടെ ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് ഈ സന്ധ്യയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യാരോപണവുമായിട്ട് ഈ കുട്ടികളുടെ അച്ഛന്റെ കുടുംബം, അതായത് തങ്ങളുടെ കൊച്ചുമക്കളെ കൊല്ലപ്പെടുത്താനായിട്ട് പല സമയങ്ങളിലായിട്ട് സന്ധ്യ ശ്രമിച്ചു എന്നൊരു ആരോപണം മറുഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലൊരു വ്യക്തത, ഈ കേസിൽ എന്താണ് സംഭവിച്ചത്, ഇവരുടെ കുടുംബത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നത് എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമം. അതായത് ആദ്യം തന്നെ ആ ഒരു ചോദ്യങ്ങളിലുള്ള ഉത്തരം കണ്ടെത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു കൊലപാതകം താനാണ് ചെയ്തത്, താൻ തന്നെയാണ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞത് എന്ന് സന്ധ്യ സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ബാക്കിയുള്ള തെളിവെടുപ്പുകളാണ്, അതായത് സന്ധ്യനെ നേരിട്ട് എത്തിച്ചുള്ള തെളിവെടുപ്പുകളാണ് ഇനിയും അതിന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ അടക്കം പോലീസ് ഒരു വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് അല്ലെ അന്വേഷണം നടത്തുന്ന കാര്യങ്ങളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതായത് ഈ ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. അമ്മയുടെ
കയ്യില് അതായത് അമ്മ മനസ്സാണ് ഈ കുട്ടീനെ കൊന്നിരിക്കുന്നത്. അതായത് ഏറ്റവും അധികം സംരക്ഷണം നൽകേണ്ട ഒരു കൈകളിൽ നിന്ന് തന്നെ ഏറ്റിരിക്കുന്ന ഈ ഒരു കൊല അത് നമ്മളെല്ലാവരെയും മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിച്ച ഒന്നാണ്. ഒന്നും അറിയാത്ത 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് കളയാനായിട്ടുള്ള ഒരു ചേതോ വികാരം അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങിയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിനെ അടക്കം അവരുടെ കുടുംബത്തെ അടക്കം വിളിച്ചു വരുത്തി കൂടുതൽ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യൽ അടക്കം നടത്തുന്നതിനുള്ള നീക്കത്തിലാണ് പോലീസ്. ശരി, സാനുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഒപ്പം കിരൺകുമാറും വിവരങ്ങൾ നൽകി.